വെൽക്കം ബാക്ക് ടു കിച്ചൺ ടീൽസ്. ഇന്ന് ദിവാലി ആയതുകൊണ്ട് എല്ലാവർക്കും അവധിയാണ്. അപ്പോൾ ജോർജിയും മന്നയും ജിജോ ഒക്കെ വീട്ടിലുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചെന്ന ബട്ടൂര, ചെന്ന മസാലയുടെ റെസിപ്പിയും ബട്ടൂരയുടെ റെസിപ്പിയും. ബട്ടൂര എനിക്ക് എപ്പോഴും പുറത്തുനിന്നുള്ള ബട്ടൂരയാണ് ഇഷ്ടം, ബട്ട് വീട്ടിൽ ഇവിടെ പിള്ളേർക്കും ജിജോനൊക്കെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്ന ബട്ടൂര തന്നെയാണ് ഇഷ്ടം. ബട്ട് ഞാൻ പ്രിഫർ ചെയ്യണ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടൂരയാണ്. അപ്പോൾ നമുക്ക് അത് രണ്ടുമായിട്ടുള്ള വ്യത്യാസം, അത് രണ്ടുമായിട്ടുള്ള ടേസ്റ്റ്. കാശ്മീരി ചിക്കനും റെഡ് അണിയൻസ്. ഇവിടെ ബട്ടൂര ഉണ്ടാക്കുന്ന ദിവസം ജോർജി നോൺ വെജേ കഴിക്കുള്ളൂ. അപ്പോൾ ബട്ടൂര ഉണ്ടാക്കുന്ന ദിവസം കാശ്മീരി ചിക്കനും ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതും കൂടി ലഞ്ചിന് വേണമെന്നാണ് ആൾ പറയുന്നത്. ആൻഡ് പിക്കിൾ റെഡ് അണിയൻസ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ ഹോം മെയ്ഡ് ബട്ടൂരയ്ക്ക് 2 കപ്പ് മൈദ, ഇത് 250 ml കപ്പാട്ട, കേർഡ് 2 ടേബിൾ സ്പൂൺ, സോൾട്ട് 1 ടീസ്പൂൺ, ഷുഗർ 2 ടീസ്പൂൺ. ഷുഗർ നിങ്ങൾക്ക് ബട്ടൂരയ്ക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ 4 ടീസ്പൂൺ വരെയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ആൻഡ് മുട്ട ഒരെണ്ണം, റവ 1 ടേബിൾ സ്പൂൺ. റവ ഇടുമ്പോഴാണ് ബട്ടൂരയ്ക്ക് നല്ലൊരു ടെക്സ്ചർ വരുന്നത്. ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ. ആൻഡ് പാലിൽ വേണം ഇത് കുഴയ്ക്കാനായിട്ട്, നോർമൽ ടെമ്പറേച്ചറിലുള്ള പാല്. അതൊന്ന് മിക്സ് ചെയ്യുക ആൻഡ് കുഴച്ച് വെക്കുക. അത് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. പാല് ഏകദേശം ഒരു 1/2 കപ്പൊക്കെ വേണ്ടി വരും. ഇനിയിപ്പോൾ മുട്ട അലർജി ഉള്ള ആൾക്കാർക്ക് മുട്ട ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് നീഡ് ചെയ്യാം. ഇതൊരു 4 മണിക്കൂറൊക്കെ എടുക്കും പൊന്തി വരാനായിട്ട്. അപ്പോൾ 4 മണിക്കൂർ ഒരു വെറ്റ് ക്ലോത്ത്, നനച്ച തുണി വെച്ച് കവർ ചെയ്ത് പൊന്താനായിട്ട് വെക്കുക. ഒരു ഡ്രോപ്പ് സൺഫ്ലവർ ഓയിലൊന്ന് ആഡ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ നന്നായിട്ടൊന്ന് കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ വിടിയിച്ചെടുക്കാൻ പറ്റും. ഇത് നനഞ്ഞ് കോട്ടൺ ക്ലോത്ത് കൊണ്ട് മൂടി വെക്കാം. ഇനി ഇത് പുറത്ത് വെച്ചാൽ മതി. ഇനി ചെന്ന മസാല. ചെന്ന മസാലയ്ക്ക് മുമ്പ് പിക്കിൾഡ് റെഡ്, ഇവിടെ വീട്ടിൽ ബട്ടൂരയുടെ കൂടെ അതുപോലെ നോർത്ത് ഇന്ത്യൻ കറിയുടെ ഏതിൻ്റെ കൂടെ ആണെങ്കിലും ഈ പിക്കിൾഡ് റെഡ് അണിയൻസും വേണം. ആൻഡ് അതുപോലെ തന്നെ ഉള്ളി വിനാഗിരിയിലിട്ടതും ചെയ്യും. സെയിം രീതിയിൽ തന്നെ. അപ്പോൾ രണ്ടും അതൊന്ന് ചെയ്തു വെക്കാം ആദ്യം. അപ്പോൾ ആദ്യം പിക്കിൾഡ് ഷാലറ്റ്സ്, അതാണ് ചെയ്യാൻ പോകുന്നത്. ഉള്ളി, അപ്പോൾ 2 പിടി ചെറിയ ഉള്ളി നന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് ആഡ് ചെയ്യുക. ആൻഡ് അതിലോട്ട് 2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുക. ആൻഡ് പച്ചമുളക് ഒരു 2 എണ്ണം കീറിയത്, അത് നിങ്ങളുടെ എരിവിന് അനുസരിച്ച് ആഡ് ചെയ്താൽ മതി. ആൻഡ് വിനാഗിരി 2 ടേബിൾ സ്പൂൺ. ഇത് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്തിരിക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് ബീട്രൂട്ട് ഒന്ന് തിളപ്പിക്കാം കളറിന് വേണ്ടിയിട്ട്. ഒരു ബീട്രൂട്ട് ഇതുപോലെ വലിയ ചങ്ക്സ് ആയിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് വെള്ളത്തിലോട്ട് ആഡ് ചെയ്യുക. 1.5 കപ്പ് വെള്ളത്തിലോട്ട് ആഡ് ചെയ്യുക. ആൻഡ് ഒരു 3 മിനിറ്റ് തിളപ്പിക്കുക. നല്ല കളർ വരണം ഈ വെള്ളത്തിന്. ഇനി ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് വെക്കാം. ഇനി നല്ല നീറ്റായിട്ടുള്ള കുപ്പി, ഒട്ടും വെള്ളം ഉണ്ടാകാൻ പറ്റില്ല, നന്നായിട്ട് തുടച്ചിട്ട് നമ്മൾ നേരത്തെ നമ്മുടെ വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത ഉള്ളി ഉണ്ടല്ലോ അത് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ സവാളയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആൻഡ് വിനാഗിരി ഉപ്പും പച്ചമുളകൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് വേറൊരു കുപ്പിയിലോട്ട് ആഡ് ചെയ്യുക. ഇതിപ്പോൾ നമ്മുടെ മീൽസിൻ്റെ കൂടെ ആണെങ്കിൽ കൂടെ ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം ഇതെപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. ഇത് നന്നായിട്ട് ചൂടാറിയ ബീട്രൂട്ടിൻ്റെ വെള്ളം ആഡ് ചെയ്യുക. ഇവിടെ ഇപ്പം നേരിയ ചൂടുണ്ട് കേട്ടോ, സമയമില്ല ആക്ച്വലി. കാണാൻ നല്ല ഭംഗിയാണ്. ഇനി ഇത് നല്ല ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ റെഫ്രിജറേറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് ഒരു 2 ആഴ്ചയൊക്കെ ഇങ്ങനെ ഇരുന്നോളും കേടാവാതെ. ഈ വേവിച്ച് നമ്മൾ തിളപ്പിച്ച ബീട്രൂട്ട് വേസ്റ്റ് ആക്കണ്ട, അത് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം. കട്ട്ലറ്റിലൊക്കെ ആഡ് ചെയ്യാം, തോരൻ വെക്കാം, എന്തിനാണെങ്കിലും യൂസ് ചെയ്യാം. ഇനി ചെന്ന മസാല നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കണേ. അപ്പോൾ നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് 2-3 ഇൻഗ്രീഡിയൻസ് ചിലപ്പോൾ നമ്മുടെ യൂഷ്വൽ കിച്ചണിൽ യൂസ് ചെയ്യണതല്ല. അപ്പോൾ അത് കാരണം അതൊന്ന് കാണിച്ചു തരാം. കറുത്ത ഏലക്ക, ഇത് ഞങ്ങൾ അജ്വാനിന്നാണ് മേടിച്ചേ. പാം ട്രീ അങ്ങനെ എല്ലായിടത്തും അവൈലബിൾ ആണ്. ആൻഡ് നമ്മുടെ ഇതെല്ലായിടത്തും ഉണ്ടാവും. സിനമൺ ലീവ്സ്, ബേ ലീഫ്. ആൻഡ് അടുത്തത് അജ്വൈൻ ഓർ അയമോദകം, ഇത് എല്ലായിടത്തും അവൈലബിൾ ആണ്, എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. പിന്നത്തെ സാധനം ചെന്ന മസാല. നമ്മുടെ യൂഷ്വൽ ഗരം മസാല ഇട്ട് ആ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് തോന്നില്ല. ഇല്ലെങ്കിൽ മാത്രം ഗരം മസാല ആഡ് ചെയ്യാം. ബട്ട് ചെന്ന മസാലയാണ് പ്രോപ്പർ ആ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കൊടുക്കണേ. ബട്ട് അത് ഇന്ന ബ്രാൻഡൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഫ്രൂട്ടോ മാൻ്റെ മേടിച്ചേക്കണേ. കുറേ ബ്രാൻഡ്സിൻ്റെ അവൈലബിൾ ആണ് ആൻഡ് എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. പിന്നെ കസ്തൂരി മേത്തി വേണം. ഇനി ചെന്ന, നമ്മുടെ വൈറ്റ് കടല ഞാനൊരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചു, എന്നിട്ട് പ്രഷർ കുക്ക് ചെയ്തു. മെയിനായിട്ട് പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ യൂഷ്വൽ കടലക്കറിയിൽ നിന്ന് വ്യത്യാസം, പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ആ കറുത്ത ഏലക്കയും നമ്മുടെ കറുവാപ്പട്ടയുടെ ഇലയും ഇട്ടിട്ട് വേണം വേവിക്കാനായിട്ട്. ഒരു 3 കറുത്ത ഏലക്കയും 2 കറുവാപ്പട്ടയുടെ ഇലയും, പിന്നെ ഉപ്പ്, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. ഇനി ഈ വേവിച്ച വെള്ളക്കടലയിൽ നിന്ന് ഒരു 1/2 കപ്പ് കടല മാറ്റി വെക്കുക. ഇത് അരച്ച് വേണം നമ്മുടെ ഈ കറിയിലോട്ട് ചേർക്കാനായിട്ട്. ഇനി ചെന്ന മസാലയ്ക്ക് ഒരു കടായിലോട്ട് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. ക്യുമിൻ സീഡ്, ജീരകം 1/2 ടീസ്പൂൺ,
കരിഞ്ഞു വരുത്. പിന്നെ സവാള ഒരു 2 കപ്പ്, ഏകദേശം ഒരു 4 സവാള വേണ്ടി വരും, മീഡിയം സൈസ്. നല്ല ബ്രൗൺ ആവണ വരെ വഴറ്റാം. ഇനി ഈ സെയിം ടൈമിൽ തന്നെ നമ്മൾ മാറ്റി വെച്ച വേവിച്ച കടല ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്തിട്ട് വേണം ഗ്രൈൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിപ്പോൾ ചെയ്ത് വെക്കാം. ഇനി ഗ്രൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ വേവിച്ച കടല മാറ്റി വെച്ചില്ലേ, അത് 1/2 കപ്പ്. പിന്നെ 2 പീസ് വേവിച്ച ഉരുളക്കിഴങ്ങ്, ചെറിയ പീസ്, അധികമായ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറുക്ക് പോലെ വരും. 2 പച്ചമുളക്, ഇഞ്ചി ഒരു മീഡിയം സൈസ്, വെളുത്തുള്ളി ഒരു 6 എണ്ണം, കൊറിയാൻഡർ ലീവ്സ് അല്ലെങ്കിൽ കൊറിയാൻഡർ സ്റ്റെം ആയാലും മതി, തണ്ടായാലും മതി, അതൊരു ചെറിയൊരു പിടി. പിന്നെ തൈര് 1 ടേബിൾ സ്പൂൺ. ഇത്രയും നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി മെയിൻ തിങ്, ഈ സവാള നല്ല ബ്രൗൺ ആയിട്ട് വേണം നമ്മുടെ മസാലപ്പൊടികൾ ആഡ് ചെയ്യാനായിട്ട്. ഇച്ചിരി കൂടി ആവാനുണ്ട്. ഇനി മല്ലിപ്പൊടി 2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി ഒരു 3 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി മെയിൻ തിങ്, ചന്ന മസാല മേടിച്ചില്ലേ പുറത്തുനിന്ന്, അതൊരു 2-2.5 ടീസ്പൂൺ ഇടാം. മസാലയുടെ ടേസ്റ്റ് കുറവ് മതിയവർക്ക് അത്രയും ആഡ് ചെയ്താൽ മതി. ഞാനൊരു 2.5 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി നമ്മൾ നേരത്തെ അരച്ച ആ കടലയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഇനി ആഡ് ചെയ്യാനുള്ളത്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റാം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ. ഇത് ആക്ച്വലി നല്ല ടേസ്റ്റ് ആട്ടെ, ചപ്പാത്തിയുടെ കൂടെയും ഭയങ്കര നല്ല കറിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് തന്നെ കിട്ടും. നന്നായിട്ട് വഴറ്റട്ടെ, കടലയുടെ ആ പച്ച ടേസ്റ്റൊക്കെ മാറട്ടെ, അല്ലെങ്കിൽ കുറുകിയ പോലെ ഇരിക്കും കറി. എണ്ണ തെളിയട്ടെ. ഇനി ഇപ്പം ആഡ് ചെയ്യാം, നമ്മൾ വേവിച്ച് വെച്ച് കടലയും കടലയുടെ വെള്ളവുമായിട്ട് ആഡ് ചെയ്യാം. ഇനി ഒരു തിക്ക് കൺസിസ്റ്റൻസി വരെ ആവണ വരെ ഒന്ന് ബോയിൽ ചെയ്യിപ്പിക്കുക. നന്നായിട്ട് തിളക്കട്ടെ, എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകണം കറി. അടുത്തത് നമ്മൾ ഉണ്ടാക്കിയ ചെന്ന മസാല ഒന്ന് താളിക്കണം. അപ്പോൾ പാനിലോട്ട് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ആയാലും ആഡ് ചെയ്യാം. നെയ്യ് ആഡ് ചെയ്താലും നല്ല ടേസ്റ്റാണ്. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ അരിമോദകം 1/2 ടീസ്പൂൺ, ഉണക്കമുളക് 2 എണ്ണം, പച്ചമുളക് 1 എണ്ണം കീറിയത്, ആൻഡ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, നീളത്തിലരിഞ്ഞത് 2 ടീസ്പൂൺ. ഇത്രയും ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്യുക. ആൻഡ് നമ്മുടെ ചെന്ന മസാലയിലോട്ട് ആഡ് ചെയ്യുക. മല്ലിയില അരിഞ്ഞത് ആഡ് ചെയ്യുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ കസ്തൂരി മേത്തി 2 ടീസ്പൂണൊക്കെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്യുക. അപ്പോഴൊക്കെയാണ് ഇതെല്ലാം ആഡ് ചെയ്യുമ്പോഴാണ് പ്രോപ്പർ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് വരുള്ളൂ. ഒരു മീഡിയം ലെവൽ തിക്നെസ്സിൽ വേണം എടുക്കാനായിട്ട്. ഇത് കണ്ടോ, ഈ ഒരു തിക്നെസ്സിൽ. ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം പൊട്ടാറ്റോ ബോയിൽ ചെയ്ത് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചന്ന മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ചെന്ന മസാലയിൽ ചെറിയൊരു മധുരം ഇഷ്ടമുള്ളവർ മാത്രം ഷുഗർ ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്യാം. 1/2 to 1 ടീസ്പൂൺ വരെ ആഡ് ചെയ്യാം. ഇവിടെ ചെറിയൊരു മധുരം ഇഷ്ടമാണ്, അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഈ ചെന്ന മസാലയ്ക്ക് ചെറിയൊരു പുളിയുണ്ട്, അപ്പോൾ അതും മധുരം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നല്ല. ബട്ട് അതങ്ങനെ നിർബന്ധമില്ല, മധുരം ഇഷ്ടമാണെങ്കിൽ മാത്രം മതി. ഇനി ചെന്ന മസാല ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് അനിയൻസ് ആൻഡ് മല്ലിയില. ഇനി ബട്ടൂര ഫ്രൈ ചെയ്യാം. എപ്പോഴും ഓയിലിൽ മുങ്ങിക്കിടക്കണ പോലെ വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ആൻഡ് ബട്ടൂര ആഡ് ചെയ്ത് അപ്പം തന്നെ ഫ്ലെയിമും കൂട്ടി വെക്കുക. ആൻഡ് ഇതുപോലെ തട്ടി കൊടുക്കുക, അപ്പോഴേ വീർക്കുള്ളൂ. ഇത് വേണ്ട, മേലെ ഓയിൽ ഇട്ട് കൊടുക്കണം. ലഞ്ചിൻ്റെ കോമ്പിനേഷൻ ഞങ്ങൾ കുറച്ച് പനീർ കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ആക്ച്വലി എൻ്റെ ഗ്രിൽ പനീർ ആ സെയിം മാരിനേഷനൊക്കെ ചെയ്തു, ഗ്രില്ല് ചെയ്തു, എന്നിട്ട് നമ്മൾ കട്ട്ലറ്റൊക്കെ ചെയ്യണ പോലെ തന്നെ മുക്കി വറുത്തു. അത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണേ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഗ്രിൽ പനീറിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. പൊട്ടാറ്റോസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ പനീർ നന്നായിട്ട് ക്രംബിൾ ചെയ്തിട്ട് ഇതുപോലെ കട്ട്ലറ്റ് ചെയ്യണ പോലെ ചെയ്തോളൂ. ഇനി അടുത്ത ഡെസേർട്ട് ഗുലാബ് ജാമുനാണ്, അപ്പോൾ അതും കൂടി ഒന്ന് ശരിയാക്കാം. ഗുലാബ് ജാമുൻ നമ്മുടെ പുറത്തുനിന്ന് മേടിച്ച പാക്കറ്റാണ് കേട്ടോ. എന്നിട്ട് അതുപോലെ ആ പാക്കറ്റിലെ ഇൻസ്ട്രക്ഷൻ പോലെ തന്നെ നോക്കിയിട്ട് ഫ്രൈ ചെയ്തു. എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തില്ലെങ്കിൽ മെയിൻ ഉള്ളിൽ വേവില്ല. ഇപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ പൊടിയാണെങ്കിലും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്, അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഇനി ഷുഗർ സിറപ്പിലോട്ട് ആഡ് ചെയ്താൽ മതി. നേരിയൊരു ചൂടിൽ വേണം ആഡ് ചെയ്യാനായിട്ട്. ഈ നമ്മുടെ ഫ്രൈ ചെയ്ത ഗുലാബ് ജാമുൻ അപ്പോൾ തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് പിക്കിൾഡ് റെഡ് അനിയൻ, പിക്കിൾഡ് റെഡ് ഷാലറ്റ്. ഇത് പുറത്തുനിന്ന് മേടിച്ച ബട്ടൂര, അത് നമുക്കൊന്ന് കമ്പയർ ചെയ്യണം. ഞാൻ ഉണ്ടാക്കിയതും പുറത്തുനിന്ന് മേടിച്ച ബട്ടൂരയായിട്ട്. ആൻഡ് പനീർ കട്ട്ലറ്റ്, കൊറിയാൻഡർ ചട്നി, ടൊമാറ്റോ സോസ് ആൻഡ് ബട്ടൂര. ഇത് ഹോം മെയ്ഡ് ബട്ടൂര നമ്മൾ റെസിപ്പി ചെയ്ത്. പിന്നെ ചെന്ന മസാല, കാശ്മീരി ചിക്കൻ ജോർജിയുടെ ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റാണ്. ആൻഡ് റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, ലിങ്ക് താഴെ കൊടുക്കാം. പിന്നെ ക്യൂക്കുംബർ ആൻഡ് ബട്ടർ മിൽക്ക്. ഹോം മെയ്ഡ് ബട്ടൂര വേണം, മറ്റേ പുറത്തത്തെ ബട്ടൂര.
അത് ശരി. ഹായ്. ബാ എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം. രുചിച്ചോ പനീർ കട്ട്ലറ്റ്. ചിക്കൻ എടുത്തു. അനിയൻസ് വേണോ? എങ്ങനെയുണ്ട് കറി? ചിക്കൻ വേണോ? കാശ്മീരി ചിക്കൻ വേണോ? ചെന്ന മസാല മതിയോ? ജോർജിക്ക് ബട്ടൂറ ഹോം മെയ്ഡ് എല്ലാവർക്കും അത് മതി കേട്ടോ. പുറത്തുനിന്ന് മേടിച്ചാൽ വേണ്ട ബട്ടൂറ. എൻ്റെ ഫേവറേറ്റാണ് പുറത്തുനിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ബട്ടൂറ. ഇത് മല്ലിയില ചട്നി ഈ കടലയുടെ കൂടെ നല്ല. ഇത് വേണ്ടേ റെഡ് അനിയൻസ് ജിജുവിന്? അനിയൻ വേണോ ഉള്ളി വേണോ? രണ്ടും ഇട്ടിട്ടുണ്ട്. ഏതാ വേണ്ടേ? നമ്മുടെ റെസ്റ്റോറൻറ്റ് ബട്ടൂര എന്ന് ടേസ്റ്റ് ചെയ്തിട്ടല്ല. വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെയും നമ്മുടെ ഹോം മെയ്ഡ് ബട്ടൂരയുടെ കൂടെ. അനിയൻസ് എടുക്കട്ടെ, പിക്കിൾഡ് അനിയൻസ്. ഇതൊരു 2 ആഴ്ചയൊക്കെ കേടാവാതെ ഫ്രിഡ്ജിൽ തന്നെ ഇരുന്നോളും. ചെന്ന മസാല ആൻഡ് പിക്കിൾഡ് ഷാലറ്റ്സ്. എനിക്കെന്തോ റെസ്റ്റോറൻറ്റ് ബട്ടൂര ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ് എൻ്റെ ബട്ടൂരിൽ നിന്ന് ട്രൈ ചെയ്യട്ടെ. ബട്ട് ഈ ചെന്ന മസാല പെർഫെക്റ്റ് ആണ്. ശരിക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്നെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത് നല്ലതാണ്, സോഫ്റ്റാണ്, സ്വീറ്റ് ഉണ്ട്, കുറച്ച് മധുരമുണ്ട്, എല്ലാം ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഇത് ഹോം മെയ്ഡ് ബട്ടൂരാസാണ് ഇഷ്ടം. ബട്ട് എനിക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ബട്ടൂര എന്തോ കാരണം കൊണ്ട് ഇഷ്ടം. മൈദ കഴിക്കുന്ന പോലെ തന്നെ തോന്നും റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ബട്ടൂര. ഇത് കുറച്ചും കൂടി മധുരമൊക്കെ ഉള്ള ടേസ്റ്റ്. റെഡ് പിക്കിൾഡ് അനിയൻസ് ഒരു ദിവസം കഴിയുമ്പോഴേ ശരിക്കും ആ വിനാഗിരിയുടെ ടേസ്റ്റൊക്കെ വരുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും അത് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ തന്നെ എടുക്കുവാണെങ്കിൽ വിനാഗിരി ഒന്നും പിടിച്ചിട്ടുണ്ടാവില്ല. പനീർ കട്ട്ലറ്റിന് കൊറിയാൻഡർ ആൻഡ് കേർഡ് ചട്നി മസ്റ്റാണ്. വെജിറ്റേറിയൻസിന് പറ്റിയ ഓപ്ഷൻ ആട്ടോ ഈ ചന്ന മസാല ബട്ടൂര. ഇത് പനീർ കട്ട്ലറ്റ് ആൻഡ് റെഡ് അനിയൻസും കൂടി കഴിക്കുമ്പോൾ കളിക്കണം. പിന്നെ എപ്പോഴും ടേബിളിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കാം. കട്ട് ചെയ്ത് വെച്ചാൽ അത് എല്ലാവരും കഴിക്കും, അല്ലെങ്കിൽ നമ്മളങ്ങനെ ഓർക്കൂല. നല്ലല്ലേ ചന്ന മസാല. ഗുലാബ് ജാമുൻ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഡെസേർട്ടായിട്ട് എനിക്ക് തോന്നാറ്. ജിജുവിന് പ്രത്യേകിച്ച് ഇഷ്ടം. അതും ഹോം മെയ്ഡ് വേർഷനാണ് ഇഷ്ടം അല്ലേ. ഐസ്ക്രീമിൻ്റെ കൂടെ നല്ല. ആൻഡ് എപ്പോഴും പുറത്തുനിന്ന് മേടിക്കുന്ന ആ പാക്കറ്റ് ഉണ്ടല്ലോ, പാക്കറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഗുലാബ് ജാമുനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇത് ഷുഗർ സിറപ്പ് കുറച്ചും കൂടി സോക്ഡ് ആവാനുണ്ട്. ഒരു 2 മണിക്കൂറൊക്കെ എടുക്കും. പക്ഷേ അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. ടേസ്റ്റ് ചെയ്തിട്ടാ. നല്ല സോഫ്റ്റും ഇതും ക്ലോസ് ആയിട്ട് എടുക്കും. ഭയങ്കര നല്ല ഗുലാബ് ജാമുൻ. ഇത് ഇന്ന് തന്നെ ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കാൻ വഴിയുണ്ട്. കാരണം മിക്സ് മേടിച്ചുണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ജോ അത് ഏതാ ബ്രാൻഡ് ഒന്ന് പറയുമോ? GRB. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യണം. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാ ഇൻസ്റ്റൻറ്റ് മിക്സ് ഗുലാബ് ജാമുൻ ഇൻസ്റ്റൻറ്റ് മിക്സും ഏകദേശം ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും ബ്രാൻഡ് മേടിച്ചാൽ മതിയായിരിക്കും. അടുത്ത് തന്നെ ഉണ്ടാക്കാം എല്ലാം. ബൈ.